നിങ്ങളുടെ വീട്ടിൽ വാൾപേപ്പർ ചെയ്യണതിനെ പറ്റി ആലോചിച്ച് അങ്ങനെ യൂട്യൂബിൽ വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്തിട്ടാണ് എൻ്റെ ഈ വീഡിയോ വന്നേക്കണേ. ഈ കറക്റ്റ് സ്ഥലത്താണ് എത്തിയേക്കണേ. 2024 വാൾപേപ്പറിനെ പറ്റി അറിയേണ്ട കാര്യങ്ങളെല്ലാം, ഏത് ടൈപ്പ് വാൾപേപ്പർ, അതിൻ്റെ പറ്റി എല്ലാ കാര്യങ്ങളും, എങ്ങനെ അതിന് എത്ര രൂപയാകും, എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണം. ഇത് എത്ര മിനിറ്റ് ആവുമെന്ന് അറിയില്ല, എങ്ങനെ പോയാലും അരമണിക്കൂറിന് മേലെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 50,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം നിങ്ങൾക്ക് അനുയോജ്യമായ കറക്റ്റ് ആയിട്ടുള്ള സാധനമാവും. അത് ഞാൻ ഗ്യാരണ്ടി തരും. നമ്മളിപ്പോൾ ഉള്ളത് കവേഴ്സ് ആൻഡ് ഡെക്കോറിൻ്റെ ഷോപ്പിലാണ്. ഇത് എൻ്റെ ഷോപ്പ് തന്നെയാണ്. ഇതിൻ്റെ മാർക്കറ്റിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട, സത്യത്തിലാണ്. കാരണം ഈ വീഡിയോ കണ്ട് നിങ്ങൾ കർട്ടൻ്റെ, ബ്ലൈൻഡ്സ്, വാൾപേപ്പറിൻ്റെയൊക്കെ വർക്ക് തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അതൊരു ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പോലെ തന്നെ ഈ വീഡിയോയിലും ഒരു കസ്റ്റമർ, ഞാനൊരു കസ്റ്റമറാണ്. എനിക്കിപ്പോൾ ഈ ഫീൽഡിലുള്ള എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനൊരു കസ്റ്റമറാണ്. എൻ്റെ വീട്ടിലേക്കാണെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുമോ ആ രീതിയിലാണ് ഞാൻ പറഞ്ഞുതരിക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. ഇതുവരെ ഞാൻ വീഡിയോയിൽ പറയാത്തൊരു കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ 5 വർഷമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർക്ക് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫോളോവേഴ്സ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ നല്ല ഫോളോവേഴ്സ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് യൂട്യൂബിൽ ഒരാളോട് പറയാൻ ഫോളോവേഴ്സ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ചിലപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ ഉപകാരപ്പെടും, ചിലപ്പോൾ ഇനി ഇടുന്നതൊന്നും ഞാൻ നിങ്ങളുടെ വീഡിയോ പണി കഴിഞ്ഞ് ഉപകാരപ്പെടണമെന്നില്ല. പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്തോരം ചവറ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങാണ്. വാൾപേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഷോപ്പ് കണ്ടോ, ഈ ഷോപ്പ് ഒരു 2 മാസം മുന്നേ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇത് ഞാൻ അപ്പുറത്ത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ടും, ഇപ്പോൾ ഞങ്ങൾ കുറേ വാൾപേപ്പർ കാര്യങ്ങളൊക്കെ അപ്പുറത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് പണ്ട് വെറുതെ കിടക്കായിരുന്നു. ഇത് ഞാൻ ഒരാഴ്ച കൊണ്ടാണ് ഞാൻ ചെയ്ത് ഇങ്ങനെ ആക്കിയത്. ഞാൻ സത്യം പറയാലോ, വാളാണെങ്കിൽ അത്ര ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത വാളായിരുന്നു. അതായത് വെറുതെ ജസ്റ്റ് പണിത് തേച്ചിട്ടേച്ച വാളാണ്. അപ്പോൾ എനിക്ക് ഒരു റിസൾട്ട് വേണം, അതായത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെക്കോർ ഷോപ്പ് പോലെ തോന്നണം. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ളതിൽ ഏറ്റവും സ്വർണ്ണ കളറും ചുവന്ന കളറും കൂടി നിൽക്കണ കുറേ പേപ്പർ എടുത്തിട്ട് ഒട്ടിക്കുക ചെയ്ത്. ഇതിൽ കൊടുത്തേക്കുന്ന പേപ്പർ ഏകദേശം ഒരു റോളിന് 1,600 രൂപ, 1,700 രൂപ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് റോള് 2,000 രൂപ വരെയൊക്കെ വരും ചിലത്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒട്ടിക്കുക ചെയ്ത് എല്ലാം കൂടി ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം ഒരു 20,000 രൂപയുടെ അടുത്തേ വന്നുള്ളൂ. ഈ കട ഇപ്പോൾ കണ്ട ഒരു ഡെക്കോർ ഷോപ്പ് പോലെ തോന്നുന്നതിൻ്റെ മെയിൻ കാരണം ഈ വാൾപേപ്പർ ആണ്. പിന്നെ കുറച്ച് എക്സ്ട്രീമാണ്, അതായത് കുറച്ച് ചുവപ്പ് കൂടുതലാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അതിൻ്റെ പിന്നിലുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ കുറച്ച് ഹെവി ആയിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്തതാണ്. വീടുകൾ ഇങ്ങനെയല്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുന്ന വീടുകളാണെങ്കിലല്ല, ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ ഒരു നൈസായിട്ടൊരു ഡീറ്റെയിലിംഗ് അങ്ങനെ പിടിച്ചാണ് ചെയ്യണത്. അല്ലെങ്കിൽ ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ അവർ തന്നെ സെലക്ട് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ വാൾപേപ്പർ എന്തുകൊണ്ടാണ് ഇപ്പോൾ വാൾപേപ്പറിനെ പറ്റിയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഉഡായിപ്പുകൾ സൈഡിൽ കൂടി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് ഇതിൻ്റെ ഫീൽഡിൽ. എന്താ വെച്ചാൽ മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ വ്ളോഗേഴ്സിന് ഓരോ കമ്പനിയിൽ ചെന്നിട്ട് അവർ വീഡിയോ ചെയ്യുമല്ലോ. അപ്പോൾ 10 രൂപ തൊട്ട് സ്ക്വയർ ഫീറ്റിന് വാൾപേപ്പർ, 50 രൂപ തൊട്ട് വാൾപേപ്പർ, എല്ലാ മേഖലയുണ്ട്. കർട്ടനിലും എല്ലാത്തിലും ഉണ്ട്. 60 രൂപ തൊട്ട് കർട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇവരെ കുറ്റം പറയണില്ല, കാരണം വ്ളോഗർമാർക്ക് പൈസ കൊടുത്തിട്ട് അവർക്ക് ആ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ സംസാരിച്ച് കിട്ടിയ ഡീറ്റെയിൽ വെച്ചിട്ടാണ് ഇവർ ചെയ്യണം, അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ നല്ല ഒതൻറ്റിക് ആയിട്ട് വാൾപേപ്പർ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ഓക്കെ, ശരി. ഈ ഇരിക്കുന്നതാണ് വാൾപേപ്പർ. ഇതാണ് സാധനം. ഇതുപോലത്തെ റോളുകളായിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുക. ഈ റോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 മീറ്റർ വീതി ഉണ്ടാവും. ഇത് ഫുൾ നിവർത്തി കഴിഞ്ഞാൽ ഒരു 10 മീറ്ററോളം നീളം ഉണ്ടാവും. നമുക്ക് ഇങ്ങനത്തെ ഒരു ചുവരില്ലേ വാള്, ഇതിൻ്റെ പൊതുവെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 അടിയാണല്ലോ വീട്ടിലൊക്കെ തന്നെ. കൂടാണ്ട് 10 അടി എന്ന് വെച്ചാൽ 3 മീറ്റർ. അപ്പോൾ ഇതിൽ 10 മീറ്റർ ഉണ്ട്. അപ്പോൾ 3 മീറ്റർ വെച്ച് ഇതുപോലത്തെ ഒരു 3 കഷ്ണം നമുക്ക് ഒട്ടിക്കാൻ പറ്റും ഈ വാള്. ഇപ്പം ഇങ്ങനത്തെ ഒരു വാള് എനിക്ക് ചെയ്യണമെങ്കിൽ, ഈ വാള് മാത്രമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ 1, 2, 3, അപ്പോൾ ഇതുപോലത്തെ ഒരു റോള് വെച്ച് ഏകദേശം ഇവിടം വരെ, അതായത് 5 അടി വീതിയിൽ കിട്ടും. 5 അടി വീതിയും 10 അടി ഹൈറ്റും 50 സ്ക്വയർ ഫീറ്റ്, അങ്ങനെയാണ് ഇത് വരിക. കുറച്ച് കൂടുതലുണ്ടാവും. അത് എന്തിനാ വെച്ചാൽ ഈ പാറ്റേണൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് വാൾപേപ്പർ എന്ന് മനസ്സിലായില്ലേ. 2 കാര്യങ്ങളാണ് വരിക. ഒന്ന് വാൾപേപ്പർ, രണ്ടാമത്തേത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ. വാൾപേപ്പർ, ഇൻസ്റ്റാളേഷൻ.
ഫസ്റ്റ് നമ്മൾ വാൾപേപ്പറിനെ പറ്റി സംസാരിക്കാം. എല്ലാ വാൾപേപ്പറും കേരളത്തിൽ വരുന്ന എല്ലാ വാൾപേപ്പറിലും ഒരു 50% വന്നത് ചൈനയിൽ നിന്നാണ്. ചൈനയിൽ നിന്ന് വന്ന വാൾപേപ്പറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൈനയിൽ നിന്ന് കൂടുതലായിട്ട് ഇറക്കുന്നത് ക്വാളിറ്റി കുറഞ്ഞ, ബജറ്റ് കുറഞ്ഞ, ഏറ്റവും സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള വാൾപേപ്പറുകൾ ആയിട്ടാണ് ഇറക്കുന്നത്. ഇത് തന്നെ നമുക്ക് 350 രൂപ തൊട്ട് 1500 രൂപയുടെ ഇടയ്ക്ക് ഒരു റോള് അവൈലബിൾ ആണ്. ഇതിൽ ഏറ്റവും താഴെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചിലർ മാർക്കറ്റിങ്ങിന് വേണ്ടിയായിരിക്കും അത് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇങ്ങനത്തെ ഒരു റോള് സ്ക്വയർ ഫീറ്റിൽ 10 രൂപ എന്ന് പറയുമ്പോൾ 500 രൂപയേ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ മാർജിൻ ആകെ കിട്ടുക 100 രൂപയായിരിക്കും, 150 രൂപയായിരിക്കും. അപ്പോൾ മിക്കപ്പോഴും ഈ വാൾപേപ്പറുകൾ കടയിൽ വെക്കുന്നത് അതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടിയല്ല. കാരണം നമ്മളൊരു 1000 എണ്ണം വിറ്റാൽ പോലും എത്ര രൂപ കിട്ടും? 100 രൂപ വെച്ചാണെങ്കിൽ 1000 അല്ല, ഒരു 1000 ഒന്നും ഒരു മാസം വിൽക്കാൻ പറ്റില്ല കേട്ടോ. ഒരു ദിവസം ഒരു 10 റോളൊക്കെ പോകുള്ളൂ. അങ്ങനെ പോയ ഒരു 300 റോള് വിൽക്കാൻ പറ്റുള്ളൂ. 30,000 രൂപ കിട്ടിയെന്ന് കരുതാം. 30,000 രൂപ ടാക്സും 18% വാൾപേപ്പറിൻ്റെ റോളിൻ്റെ പൈസ. എല്ലാം കഴിഞ്ഞ് 25,000 ആയിരിക്കും കിട്ടുക. അത് ഒരാളുടെ സാലറി മാത്രമേ തികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വാൾപേപ്പർ വിൽക്കുന്നത്, ചൈനീസ് വാൾപേപ്പറുകൾ വിൽക്കുന്നത് കടയിൽ ആൾ വരാൻ, ചില ഈ സിസർ വിൽക്കുന്ന കണ്ടിട്ടില്ലേ, വലിയ മാർജിൻ ഇല്ലെങ്കിലും കടയിൽ മറ്റ് സാധനങ്ങൾ വരാൻ വേണ്ടി. അതുപോലെയാണ് മിക്ക ഡെക്കോർ ഷോപ്പുകളിലും വാൾപേപ്പർ ചൈനീസ് റോളുകൾ വിൽക്കുന്നത്. ഇത് വില കുറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാണിച്ച് മാക്സിമം ആളുകൾ വരിക, അവരെ കൊണ്ട് സെല്ല് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. നമ്മളിത് വാങ്ങിക്കണം. ആരിത് വാങ്ങിക്കണം? ചൈനീസ് റോള്. അപ്പോൾ 3 തരത്തിൽ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് പറയാം. കറക്റ്റായിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ അല്ല, എന്നാലും ചൈന, കൊറിയ, UK ഈ 3 പേര് എടുത്തു വെക്കുക. അതായത് ഒരു ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള സാധനങ്ങൾ, ക്വാളിറ്റിയും കുറവായിരിക്കും, അതിൻ്റെ ഡിസൈനിൻ്റെ ഭംഗിയും കുറവായിരിക്കും. ഇപ്പോൾ 2 റോള് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 2 റോളും തമ്മിൽ ഇപ്പോൾ ഈ വാളിൽ ഒട്ടിക്കുമ്പോൾ ഈ സൈഡിലേക്ക് വന്ന റോളിന് ഇത്തിരി കളർ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എടുത്തറിയുമല്ലോ, പ്രത്യേകിച്ച് ഇപ്പുറത്ത് ഒറിജിനൽ കളറുള്ളൂ. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതകളൊക്കെ ഉള്ള കുറഞ്ഞ റോളിനെയാണ് നമ്മൾ ചൈനീസ് റോളുകൾ എന്ന് പറയാം. ഇത് ചൈനയിൽ നിന്ന് നമ്മളല്ല, ഇത് ഇറക്കുന്ന ഒരു കണ്ടെയ്നറായിട്ട് ഇറക്കും. ഞങ്ങൾക്കിത് തരും. ഞങ്ങൾ ഇതിലൊരു ചെറിയ പെർസെൻറ്റേജ്, ഇതുപോലെ 400 രൂപയുടെ സാധനമാണെങ്കിൽ ഒരു 50 രൂപ 100 രൂപയൊക്കെ കൂട്ടിയിട്ട് വിൽക്കും, ഇത്രേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു നല്ലൊരു വീട് ഇൻറ്റീരിയർ ചെയ്യും. ഇപ്പോൾ D-Life, റാക്ക്, അങ്ങനെ ലെമൺ, ഏത് ടീമാണെങ്കിലും ഇൻറ്റീരിയർ ഡിസൈനറിന് നിങ്ങൾ വർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു വാൾപേപ്പർ വെച്ച് ഹൈലൈറ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വാൾപേപ്പർ ചെയ്ത വീടും വാൾപേപ്പർ ചെയ്യാത്ത വീടും ഇൻറ്റീരിയർ വൈസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. അത് നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അയ്യോ ഇത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ. ബേസിക് റീസൺ ആണ് വാൾപേപ്പർ, ലൈറ്റിങ്, കർട്ടൻ. ഞാൻ ലൈറ്റിംഗ് ഇല്ല, വാൾപേപ്പറും കർട്ടൻ ഞാൻ ചെയ്യുന്ന മെയിൻ സാധനത്തിലാണ് ഫർണിച്ചർ അല്ലാതെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക. അതുകൊണ്ട് തന്നെ വാൾപേപ്പർ ഇൻറ്റീരിയറുകാരുടെ മെയിൻ ഒരു ആയുധമാണ്. ഒരു ഇതും കൂടി ടിപ്പ് കൂടി പറയാം. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഇൻറ്റീരിയർ ഡിസൈനർ ഇല്ലെങ്കിൽ പോലും വാൾപേപ്പറും കർട്ടനും ഫർണിച്ചറും കൂടി മാച്ച് ചെയ്ത് ഒരു കളർ കറക്ഷൻ ചെയ്താൽ ഒരു നല്ലൊരു പ്രൊഫഷണൽ ഇൻറ്റീരിയർ ഡിസൈനർ ചെയ്ത ഇതിൻ്റെ ഒരു 90% കിട്ടും. അതിന് മാച്ചാവുന്ന രീതിയിലുള്ള ലൈറ്റിങ്ങും കൂടി ഉണ്ടെങ്കിൽ 95% കിട്ടും. അപ്പോൾ അത്രയും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് വാൾപേപ്പർ. അപ്പോൾ വാൾപേപ്പറിൻ്റെ മൊത്തത്തിലുള്ള റേറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ വാൾപേപ്പറിൻ്റെ കോമ്പറ്റീഷനിലുള്ള കാര്യങ്ങളും കാര്യങ്ങളും അതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങളും എല്ലാം കൂടി ഞാനൊരു 15 മിനിറ്റിൽ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഒരു കുറഞ്ഞ രീതിയിലുള്ള വാൾപേപ്പറുകളാണ്. പക്ഷേ ഇത് തീരെ കുറഞ്ഞതല്ല. ചൈനയുടെ റോളുകൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 300 രൂപ തൊട്ട് 1500 രൂപ വരെ കിട്ടുന്നു. ഇതൊരു 1000 രൂപ കാറ്റഗറിയിലുള്ളതാണ്. ചൈന കുറഞ്ഞ സാധനമല്ല കേട്ടോ. ചൈനക്ക് നല്ല സാധനം ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ എത്ര രൂപ അവരോട് എന്ത് ഉണ്ടാക്കാൻ പറയുന്നു അതനുസരിച്ചാണ് ഉണ്ടാക്കി തരിക. ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വാൾപേപ്പറിൻ്റെ കാറ്റഗറിയിൽ എങ്ങനെയാണ് അവർ കമ്പനി വാറണ്ടി വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരോ പറഞ്ഞു പോരോ എന്നുള്ളതല്ല. ആ വാറണ്ടി തരേണ്ടത് ഇൻസ്റ്റാളേഷൻ ചെയ്ത ആളാണ്. ഇവർ തരുന്ന വാറണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ, 2 റോളുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ 2 റോളുകളും ചെയ്താൽ ഒരേ കളറായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യത്തിലും മേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ബേസിക് ക്വാളിറ്റി ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി തരുന്നത് എപ്പോഴും കൊറിയൻ കാറ്റലോഗ്. ഇത് കൊറിയൻ കാറ്റലോഗാണ്. കൊറിയ, UK, ചൈന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഏറ്റവും കുറഞ്ഞ റോളുകളായിരിക്കും. പ്രത്യേകിച്ച് കാറ്റലോഗുകളൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാലും നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഡിസൈൻ സെൻസ് ഉള്ളവർക്ക് സാധനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് ഇത്തിരി ചാത്തൻ ലുക്കാണല്ലോ എന്നുള്ള രീതിയിൽ മനസ്സിലാവും. കൊറിയൻ ഒരു മീഡിയം ആയിരിക്കും. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ പൊതുവേ ഒരു ബ്രാൻഡ് ഉണ്ടാവും. ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ എക്സൽ, വാൾ ഫാഷൻ, ഇതിലിപ്പോൾ ഫെഡോറ,
അങ്ങനെ കുറേ ഉണ്ട്. ഇതുപോലെ ഫേമസ് ആയിട്ടുള്ളതുണ്ട്, ഫേമസ് അല്ലാത്ത ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡുകളിൽ നിന്നായിരിക്കും ഇതുവരെ. അപ്പോൾ ഒരു ബ്രാൻഡ് നെയിം അറ്റ്ലീസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കാറ്റലോഗിൽ എവിടെയെങ്കിലും മെയ്ഡ് ഇൻ കൊറിയ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് ഓൾ വേൾഡിലേക്ക് കൊറിയയിൽ നിന്ന് പോകുന്നതുകൊണ്ട് അവർ അറബിയിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് ഇതിലേക്ക് എഴുതിയിട്ടുണ്ട്. കൊറിയ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചൈന റോളിൻ്റെ ഏകദേശം ഇരട്ടി വിലയായിരിക്കും വാൾപേപ്പറിന് വരിക. അതായത് ഇപ്പോൾ 500 രൂപ തൊട്ട് 1500 ആണെങ്കിൽ ഇതൊരു 3000-3500 വരാൻ സാധ്യതയുണ്ട്. പേപ്പറിൻ്റെ വിഷയമാണ് പറയുന്നത്. ഇനി ഇത്രയും കൂടി വില കൂടുതലായിരിക്കും ഈ UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനീസ്. അതുമാത്രമല്ല അതിൻ്റെ പേപ്പറിനും വ്യത്യാസമുണ്ട്. ഇതൊക്കെ UK ബേസ്ഡ് ആണ്. ഇപ്പോൾ മാർഷൽ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ഇത്രയും കൂടി ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ സെല്ല് ചെയ്യുന്നവരാണ്. ഇവരും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റലോഗ് ആയിരിക്കും. വാൾപേപ്പർ ഇരിക്കുന്നത് മിക്കവാറും ഈ കമ്പനിയുടെ മെയിൻ വെയർ ഹൗസിലായിരിക്കും. ഹൈദരാബാദ് ഉണ്ടാവും, ഡൽഹിയിലുണ്ടാവും, അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്. കേരളത്തിൽ മെയിൻ വെയർ ഹൗസ് മാർഷലിനൊക്കെ ഉണ്ട്, എറണാകുളത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനി ഇവരുടേതാകുമ്പോൾ ചൈനേനേലും വില കൂടുതലായിരിക്കും കൊറിയയുടേതിനേലും വില കൂടുതലായിരിക്കും യുകെയുടേത് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വാള് ചെയ്യാൻ ചൈനയുടേതാണെങ്കിൽ ഒരു 5000 രൂപയിൽ താഴെ വരുള്ളൂ. യുകെയുടേതാണെങ്കിൽ 10000 രൂപയുടേതിലും താഴെ വരുള്ളൂ. 8000 രൂപ അല്ലെങ്കിൽ 10000 രൂപ. 2 റോള് വാൾപേപ്പർ വേണ്ടി വരും, ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ. 10 അടി വീതിയും 10 അടി ഹൈറ്റുള്ള വാള്. ഇത്തരത്തിലുള്ള യുകെയുടേതാണെങ്കിൽ ഒരു 15000 തൊട്ട് 20000 ഇടയിൽ ആ ഒരു കാറ്റഗറിയിലായിരിക്കും യുകെയുടേതാണെങ്കിൽ വരിക. ഇനി ഇത് എത്രത്തോളം വാളുകൾ നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ടോ അതനുസരിച്ച് ഇൻസ്റ്റാളേഷൻ്റെ കോസ്റ്റിലും ഡിസ്കൗണ്ട് ഉണ്ടാവും, വാൾപേപ്പർ റോളായിട്ട് വാങ്ങിക്കുന്നതിലും ഉണ്ടാവും. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു വാള് ചെയ്യണമെങ്കിൽ ഇപ്പോൾ റോളിൻ്റെ പൈസ മനസ്സിലായല്ലോ. പല ബ്രാൻഡുകളുണ്ട്, നമുക്ക് ഏത് ക്വാളിറ്റിയിലുള്ള വേണമെന്ന് വെച്ചാൽ ക്വാളിറ്റി പേപ്പർ കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവേ. ഇപ്പോൾ യുകെയിലുള്ളതിൻ്റെയൊക്കെ മിക്കപ്പോഴും പേപ്പർ കൊടുത്തിരിക്കുക നോൺ വോവൻ പേപ്പർ ആയിരിക്കും. അതായത് ഒരു പേപ്പറിൽ PVC പ്രിൻ്റ് ചെയ്താണ് വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ബാക്കിൽ പേപ്പറിന് പകരം നമ്മുടെ മാസ്ക് ഒക്കെ ഉപയോഗിക്കുന്ന നോൺ വോവൻ മെറ്റീരിയൽ ആണെങ്കിൽ അതിന് കുറച്ചും കൂടി റേറ്റും പ്രീമിയം കാറ്റഗറിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഈ 3 രീതിയിലാണ് വരിക. ഇനി ചൈനീസ് പേപ്പർ ഉപയോഗിക്കണോ? നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചൈനീസ് പേപ്പർ ഉപയോഗിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒന്നാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈനുകൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ് ഫൈനൽ റിസൾട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ പൊതുവെ കൂടുതലും റെൻ്റ് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ ക്ലിനിക്കുകളോ അങ്ങനെ ബജറ്റ് ഒരുപാട് ആവരുത്, എന്നാൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ചൈനീസ് പേപ്പറുകൾ ഉപയോഗിക്കുക, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. ബാക്കിയുള്ള കൊറിയൻ പേപ്പറുകളും UK പേപ്പറുകളും ബജറ്റ് ലാഭിക്കാൻ വേണ്ടിയുള്ള സാധനമേ അല്ല. പെയിൻറ്റിങ്ങിനേലും ടെക്സ്ചറിനേലൊക്കെ കുറച്ചും കൂടി റേറ്റ് വരുന്ന സാധനങ്ങളാണ്. അതിൻ്റെ റിസൾട്ടും അതുപോലെ ആയിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിൽ അത് മതി. ഇപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു കാറ്റലോഗ് കൊടുക്കുക, കണ്ടോ ഞാൻ കാട്ടിത്തരാം, നോക്കേ. ഇപ്പോൾ ഈ കാറ്റലോഗിൽ ഉണ്ടോ ഒരുപാട് ട്രോപ്പിക്കൽ ഡിസൈൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്ചർ ഉണ്ടാവും. ഇപ്പോൾ നമുക്കൊരു ബെഡ്റൂം ചെയ്യണം, ഇപ്പോൾ UK പേപ്പറാണെന്ന് കരുതാം. ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ വാളിൽ മെയിൻ ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് കൊടുക്കുക. ചിലപ്പോൾ അതിൽ ആ ഒരു മെയിൻ ഹെഡ് റെസ്റ്റ് വരുന്ന ഭാഗത്ത് മാത്രമായിരിക്കും ചെയ്യുക. അതല്ല ഇനി സൈഡിലുള്ള വാളുകളോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്സെൻറ്റ് വാൾ എന്ന് പറയും. മെയിനായിട്ട് വരുന്ന വാളിൽ കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള വാളിൽ അതിൻ്റെ തന്നെ ചെറിയൊരു സിമ്പിൾ ഡിസൈനായിട്ടുള്ള കൊടുക്കും. ഈ രീതിയിലാണ് എല്ലാ കാറ്റലോഗിലും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ നോക്കി, ഇപ്പോൾ ഇത് മെയിൻ ആക്സെൻറ്റ് വാളിൽ ഈ ഡിസൈൻ വരികയാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള വാളിൽ ഇത് വരും. അങ്ങനെ ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ള പേപ്പറുകളായിരിക്കും. പേപ്പറിൽ ഇതുപോലെ കളർ മാച്ചിങ്ങോ അല്ലെങ്കിൽ റോളിൽ കളർ ഡിഫറൻസ് വരാത്ത രീതിയിലുള്ള അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഈ കമ്പനി തന്നെ സെറ്റ് ചെയ്യും. ഒരുപാട് കമ്പനീസ് ഉണ്ട് കേട്ടോ, നമ്മുടെ ഏത് ബജറ്റിനും സെറ്റ് ചെയ്യുക. നമ്മുടെ വീടിന് അത് ഏത് മാച്ച് ചെയ്തെടുക്കണം എന്നുള്ളത് ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡെക്കറേറ്ററിൻ്റെയോ അല്ലെങ്കിൽ കസ്റ്റമറിന് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത മേജർ ആയിട്ടുള്ളത് ഇൻസ്റ്റാളേഷൻ്റെ കാര്യമാണ്. ആരാണ് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുക? ഒരു ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു 10x10 വാൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ 2 റോള് വേണമല്ലോ. ഒരു റോളിന് പൊതുവെ ഒരു 750 രൂപ തൊട്ട് 1200 രൂപ വരെയാണ് ഇൻസ്റ്റാളേഷൻ അവർ വാങ്ങിക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മാറും. അത് എത്ര റോള് നമുക്ക് ചെയ്യാനുണ്ട്, മൊത്തം എത്ര റോളുടെ വർക്കാണെന്നാണ്. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഓഫീസൊക്കെ ആണെങ്കിൽ 50 റോളുകൾ വരെയൊക്കെ ഉണ്ടാവും. സാധാരണ ഒരു ഫ്ലാറ്റാണ്, ഒരു 3 BHK ഫ്ലാറ്റ് ആണെങ്കിൽ 15 റോളോ അല്ലെങ്കിൽ 10 റോളോ വരെയൊക്കെ ഒരു സൈറ്റിൽ ചെയ്യും.
അപ്പോൾ 10 റോളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റാളേഷൻ ടീമിന് ഒരു റോളിന് ഒരു 750 രൂപ വെച്ചിട്ട് 7500 രൂപ അടുത്തായിരിക്കും നമ്മൾ അവരുടെ കോസ്റ്റ് വരിക. അതിൽ 2 പണിക്കാരുണ്ടാവും, പിന്നെ അവർക്ക് വരാനുള്ള പൈസ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 700 അതിലും കുറവാണ്, 10 റോളിലും കുറവാണെങ്കിൽ ഈ 750 രൂപ എന്നുള്ളത് കുറച്ച് കയറി പോകും. അതുപോലെ തന്നെ ഇതുപോലത്തെ നോർമൽ ലാഡറിൽ ചെയ്യുന്നതല്ല, ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളോ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും റേറ്റ് പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് ഞങ്ങളുടെ കയ്യിൽ ടീമുണ്ട്, ഓൾറെഡി ഞങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ടീമുണ്ട്, എല്ലാ ജില്ലയിലും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാം. അവരോട് നമുക്ക് ഇത്ര റോളാണ് ചെയ്യേണ്ടത്, ഇത്ര സ്ഥലമാണ്, ഇന്ന സ്ഥലത്താണ് ചെയ്യേണ്ടത്, ജസ്റ്റ് ക്ലിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരതിന് കൊട്ടേഷൻ തരും. ജസ്റ്റ് സാർ ഞാനിത് വന്ന് ചെയ്തു തരാം, 7500 രൂപയാവും. മറ്റേ ആൾ അപ്പോൾ 7000 രൂപയാണ് പറയുമെങ്കിൽ നമ്മൾ അവരുടെ പ്രീവിയസ് വർക്കുകൾ എടുത്ത് നോക്കും എങ്ങനെയുണ്ട് ചെയ്തേക്കുന്നതെന്ന്. പിന്നെ തീരെ റേറ്റ് കുറച്ച് പിടിക്കുന്നവരുണ്ട് കേട്ടോ, 500 രൂപ തൊട്ട് റോള് പിടിക്കുന്നുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റിയും ഇല്ല, തീരെ റേറ്റ് കുറച്ചും പിടിച്ചാൽ എങ്ങനെ വന്നാലും അവർക്ക് ലാഭമാവില്ല. പൊതുവേ ഇതുപോലത്തെ 10x10 3 വാളെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് വാൾപേപ്പർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആൾക്കാരെ കിട്ടുക. ഇപ്പോൾ എനിക്കാണ് വർക്ക് തന്നെയെങ്കിൽ ഞാൻ എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിൽ ഒരു വാളൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അതിൽ മാർജിനൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ വിളിച്ചതിൻ്റെ ഒരു നന്ദി കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഇതിൽ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3 ബെഡ്റൂമിൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന വാളെങ്കിലും വേണം. അല്ലെങ്കിൽ ഒരു 2 ബെഡ്റൂമോ ലിവിങ് ഏരിയയോ അല്ലെങ്കിൽ ഒരു സ്റ്റെയർ ഏരിയയും 2 ബെഡ്റൂം, അങ്ങനെ ഒരു 3 വാളെങ്കിലും വേണം. ഒറ്റ ഒരു കഷ്ണം മാത്രം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇപ്പോൾ എങ്ങനെയാണ് വാൾപേപ്പർ, അത് ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ കാര്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇതിൻ്റെ കുറച്ച് സബ് കാറ്റഗറികൾ പറയാം. വാൾപേപ്പർ ചൈനീസ് ഉണ്ടെന്ന് പറഞ്ഞു, UK ഉണ്ടെന്ന് പറഞ്ഞു, കൊറിയ ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സീനറി കാര്യങ്ങളോ നമ്മളുടെ കുട്ടികളുടെ ഇമേജോ അല്ലെങ്കിൽ ഇനി കഫേയൊക്കെ ആണെങ്കിൽ അതിന് മാച്ച് ആവുന്ന രീതിയിലോ നമുക്ക് കസ്റ്റമായിട്ട് വാൾപേപ്പറുകൾ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്ത് ഡിസൈൻ ചെയ്താലും തന്നാലും അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പൊതുവെ അതിന് സ്ക്വയർ ഫീറ്റിന് 100 rupees to 150 rupees സ്ക്വയർ ഫീറ്റിന് ഇൻക്ലൂഡിങ് ഇൻസ്റ്റാളേഷൻ വരും. ഇനി 80 rupees തൊട്ട് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ പ്രിൻ്റ് ചെയ്യുന്ന പേപ്പറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതനുസരിച്ച് ഒരു 100 rupees to 135 ആണ് ഇപ്പോഴത്തെ ഒരു 2024 ഒരു ഓൾ കേരള റേറ്റ് എന്ന് പറയും, നല്ല ക്വാളിറ്റി ഉള്ള സാധനത്തിന്, ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ കേട്ടോ. അതിൽ തന്നെ പൊതുവെ നല്ല രീതിയിൽ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള പൊസിഷനുകൾ ആണ് ചെയ്യാൻ എടുക്കുക. അതിൽ ഒരുപാട് മടക്കി ഒട്ടിക്കലും ചരിച്ചൊട്ടിക്കലും എന്തെങ്കിലും ഇതുപോലത്തെ പില്ലറൊക്കെ ചെയ്യൽ ഭയങ്കര തലവേദനയായിരിക്കും. ആ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടാനും ഒട്ടിച്ചെടുക്കാനൊക്കെ പാടുള്ളതുകൊണ്ട് ഇതുപോലത്തെ കറക്റ്റ് റെക്റ്റാങ്കുലർ ആയിട്ടുള്ള സ്ഥലങ്ങൾ വേണം നമ്മൾ എന്തെങ്കിലും രീതിയിലുള്ള ഡിസൈൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 3D മീൻസ് ഇങ്ങനെ കസ്റ്റമായിട്ട് വാൾപേപ്പർ ചെയ്യണമെങ്കിൽ വരിക. അപ്പോൾ ഈ വാള് നമ്മൾ കണ്ടോ, ഈ വാൾപേപ്പർ ഒട്ടിച്ചേക്കാണ്, പല റോളുകൾ തമ്മിലാണ് ഒട്ടിച്ചേക്കുന്നത്. ഇപ്പോൾ ഇതുണ്ടോ, ഇത് ചിലപ്പോൾ ഇൻ കേസ് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടു പോരാ, ഒരു ചെറിയ കഷ്ണം പോലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്ത ടീമില്ലേ, പെയിൻറ്റ് അടിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ടച്ചപ്പ് വേണമെങ്കിലും ഒരാളെ വിളിച്ച് ഒരു 1000 രൂപ കൊടുത്തിട്ട് നമ്മളത് ടച്ചപ്പ് ചെയ്യില്ലേ, ആ വീട്ടിലുള്ള എല്ലായിടത്തുള്ള ഇത് ടച്ചപ്പ് ചെയ്യുമല്ലോ അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ ആ ഇൻസ്റ്റാളേഷൻ ചെയ്ത ആൾക്ക് നമ്മൾ 800 രൂപ 1000 രൂപ കൊടുത്ത് ഒരാൾ ഗമ്മ് കൊണ്ടുവന്ന് ടച്ചപ്പ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് നിൽക്കും. അതായത് വാല്യൂ ഫോർ മണിയാണ്. ഒരു 10 കേസിൽ 10 വീട്ടിൽ ചെയ്ത 9 വീട്ടിലോ അല്ലെങ്കിൽ 8 വീട്ടിലോ ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള സാധനം വേറെ ഇല്ല. പക്ഷേ 10 വീട്ടിൽ 2 വീട്ടുകാർക്ക് ഒന്നെങ്കിൽ ഈർപ്പം വന്നോ ഇതോ വന്നോ അതിൻ്റെ ടോട്ടൽ ഫിനിഷിങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പൊളിഞ്ഞിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾക്ക് തന്നെ, അതായത് ഫെവിക്കോൾ യൂസ് ചെയ്ത് നമ്മൾക്ക് തന്നെ വീട്ടുകാർക്ക് തന്നെ ഇത് ഒട്ടിക്കാനൊക്കെ പറ്റും. അതല്ലെങ്കിൽ ഒട്ടിച്ചവരെ കൊണ്ട് ഒരു 500 രൂപ 1000 രൂപ കൊടുത്ത് അത് റീടച്ച് ചെയ്യാനും പറ്റും. PVC മെറ്റീരിയലാണ് വെച്ചാണ് വാൾപേപ്പർ ചെയ്തേക്കുന്നത്. ഇതിലോട്ടൊക്കെ വരുമ്പോൾ നോൺ വോവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് കംപ്ലീറ്റ് വാളുകൾ, എല്ലാ വാളുകളും കൂടി വാൾപേപ്പർ ചെയ്താൽ അതിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോയെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇതല്ല. എല്ലാ വാളും അങ്ങനെ PVCയിൽ കോട്ടിങ് ചെയ്യണത് കറക്റ്റ് അല്ലല്ലോ. അതുകൊണ്ട് ഒരു മെയിൻ ഹൈലൈറ്റ് ചെയ്യുന്ന വാളും കുറച്ച് ഇപ്പോഴും നാട്ടിൽ അത്രേ ചെയ്യുന്നുള്ളൂ, അല്ല എല്ലാം ചവറ് പോലെ വാൾപേപ്പർ ഇപ്പോഴും ചെയ്യുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഒരു ഫുൾ വാൾപേപ്പർ ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു 10 വാളോ 20 വാളോ ഉള്ള ഒരു വീട്ടിൽ ഒരു 4 5 വാളിലാണ് പൊതുവേ ചെയ്യുന്നത്. ഫുൾ കവർ ചെയ്ത് വാൾപേപ്പർ ആരും ഇവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. UK അങ്ങനെയാണ്, എല്ലാ വാളും വാൾപേപ്പറാണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യാറില്ല, വളരെ കുറവ്. ഇതുവരെ 1-2 വീട്ടിൽ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ വർക്ക് കിട്ടിയപ്പോൾ അവരങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്.
അല്ലെങ്കിൽ മിക്കപ്പോഴും ഒരു ഇപ്പോൾ ലിവിങ്ങിൽ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യും, പിന്നെ ബെഡ്റൂമിൽ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്തിട്ട് സൈഡ് വാളിൽ ചിലപ്പോൾ ഒരു സൈഡിൽ കൊടുക്കും, അല്ലെങ്കിൽ സീലിംഗ് കൊടുക്കും. അപ്പോൾ വാൾപേപ്പറിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. മൊത്തം കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇടാം. പിന്നെ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഞങ്ങളൊരു വർക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വാളിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നെ. ഒരു 3 വാളിൻ്റെ ഫോട്ടോ അയച്ച്, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിൽ പഴയ വീട്ടിൽ പെയിൻറ്റിങ് എന്തെങ്കിലുമൊക്കെ പോയതിന് പകരം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചൊക്കെ വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പുതിയ വീട് ചെയ്യണം, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു വർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സിനെ ഞങ്ങളെ സജസ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തന്ന് ഫോട്ടോസ് അയച്ചു തന്നാൽ ഞങ്ങൾ സെലക്ഷൻ കാര്യങ്ങളൊക്കെ അയച്ചു തരും, അതിന് പറ്റിയ വാൾപേപ്പറൊക്കെ അയച്ചു തരും. 3 വാള് വേണം, 6 റോള് വെച്ച് വേണ്ട, 3 വാള് മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടെങ്കിലാണ് ഒരു നമുക്ക് റോള് ചെയ്യണതിനല്ല, ഇൻസ്റ്റാളേഷൻ ടീമിന് കൊടുക്കേണ്ട പൈസയൊക്കെ കറക്റ്റായിട്ട് വന്നെങ്കിൽ മിനിമം 3 വാളെങ്കിലും വേണം. കേരളത്തിൽ കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ എവിടെയാണെങ്കിലും നമുക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ കുറച്ച് ഡെക്കോർ സാധനങ്ങളെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ ഓരോന്നിനെ പറ്റിയിട്ടും ഇതുപോലെ ഡീറ്റെയിൽ ഇൻഡെപ്ത് വീഡിയോ പറയാം കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.